ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു ചീരത്തോരൻ ഉണ്ടാക്കിയാലോ. റെഡ് ചീരയാണ്. അപ്പോൾ നമുക്കിതുകൊണ്ട് സിമ്പിളായിട്ടൊരു ചീരത്തോരൻ ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീരത്തോരനാണ്. ഞാൻ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ചെടുക്കുവാണ്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു ശകലം കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ കുട്ടികൾക്ക് കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഇതാണ്. കുക്കിംഗ് ഒന്നും അറിയാൻ പറ്റാത്ത കുട്ടികളൊക്കെ അവർക്കൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് സിമ്പിളായിട്ട് ഒരു ചീരത്തോരൻ. ഇതൊന്ന് മൂത്ത് വരണം. അപ്പോൾ നമുക്ക് ഇത് മൂത്ത് വരുമ്പോഴത്തേന് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊന്നും കൂടി മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് ചീരയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ചതച്ചത് നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾക്ക് ചീരയില ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയില എപ്പോഴും നല്ലതാണ്. അപ്പോൾ കുക്കിങ്ങൊക്കെ പഠിച്ച് വരുന്ന മക്കൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇട്ട് ഇനി അതൊരു കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയൊന്ന് തട്ടിപ്പൊട്ടി വയ്ക്കാം. ഒന്ന് ആവി കയറ്റാം. ഒന്ന് മൂടി വയ്ക്കാം. ഇതൊരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി, മുളകും, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചതച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഉണ്ടാക്കിയെടുത്തൊരു ചീരത്തോരനാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പ് കറക്റ്റാണ്. സൂപ്പർ ചീരത്തോരൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.